എല്ലാവർക്കും ദിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ആർട്ട് വെച്ചിട്ട് നല്ല ചിലങ്ക ആർട്ട് ചെയ്യാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു കുപ്പി എടുത്തു, അതായത് നമ്മൾ അതിന് ബ്ലാക്ക് പെയിന്റ് അടിച്ചു. ഞാനൊരു ചിലങ്ക ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് വശത്ത് ഞാൻ പെൻസിൽ കൊണ്ട് ഫുൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബോട്ടിലെടുത്ത് ആ ബോട്ടിലേക്ക് ആ ഒരു പേപ്പർ, ആ ഒരു ചിലങ്കിൻ്റെ ചിത്രം ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഔട്ട്ലൈൻ ചെയ്യാം ഇതുപോലെ. അതിനുശേഷം അതിൻ്റെ ട്രേസ് നമ്മൾ ആ ബോട്ടിലിൽ കിട്ടും. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൽ പെൻസിലിൻ്റെ അടയാളമൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കളറും ഈ വൈറ്റ് കളറും കൂട്ടിയിട്ട് നമ്മൾ സ്കിൻ കളർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. ഈ ഒരു കളറാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഞാൻ ബോട്ടിന് കാലിൻ്റെ സ്കിൻ ഭാഗത്തേക്ക് വരുന്നവിടേക്കൊക്കെ ഈ ഒരു സ്കിൻ കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അത് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ നമ്മൾ ഈ ഒരു അൾത്ത ഇടൂല്ലേ കാലിന്, എനിക്ക് പറയും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ റെഡ് കളറാണ് ചെയ്യുന്നത്. നമ്മൾ റെഡ് കളർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. ഇതുപോലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കാലിൻ്റെ ആ ഒരു സ്ഥലത്ത്, ചിലങ്ക് കെട്ടുന്ന സ്ഥലത്ത് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു കളറും നമ്മൾ സ്കിൻ കളർ ആക്കാനുള്ള എടുത്തിട്ടുള്ള ആ ഒരു കളറും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു റെഡ് കളർ ആക്കിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ടാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എയർ ഡ്രൈ ക്ലേ എടുത്ത് കുറച്ച് ചെറുതായിട്ടുള്ള കുറച്ചധികം ബോൾസ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലങ്കിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്ങിൽ ഒരു മണി പോലത്തെ സാധനമില്ല, അതിന് വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഈ ചിലങ്കേൻ്റെ ഓരോരോ പാർട്സിൽ എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് ഗമ്മ് തേച്ച് കൊടുക്കാം. നമ്മളിതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറേ അങ്ങ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ ചിലങ്ക അതിനനുസരിച്ച് നിങ്ങൾ എയർ ഡ്രൈ ക്ലേ കൂട്ടി എടുക്കുക. അപ്പോൾ ഇതിന് എയർ ഡ്രൈ ക്ലേ തന്നെ കിട്ടുന്നില്ല, അതുകൊണ്ട് കളർ ക്ലേയും ഉണ്ടാവും. അത് ചിലപ്പോൾ ഇതിൽ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. എയർ ഡ്രൈ ക്ലേ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെയിൽ കട്ടിൻ്റെ ഒരു നെയിൽ പോലത്തെ സംഭവം ഉണ്ടാവില്ലേ, ഈ ഒരു ചെറിയ നൈഫ് പോലത്തെ, അതിനെ വെച്ച് നമ്മൾ ക്രോസ് മാർക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചിലങ്കേൻ്റെ ചിത്രം. ശേഷം നമ്മൾ ആ ഒരു എയർ ഡ്രൈ ക്ലേ ഉണങ്ങി നിന്ന് പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് ചിലങ്ങൾക്ക് അടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. ഞാനിത് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് 2 പീസ് എടുത്തിട്ടാണ്. അതായത് എയർ ഡ്രൈ ക്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് കൊടുക്കണം. അതിനുശേഷം ഞാനൊരു ഗോൾഡൻ പെയിൻ്റ് എടുത്ത് നമ്മളെ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് ഫുള്ളായിട്ട് അതിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ടാബ് ചെയ്ത് നല്ല സമയം എടുത്ത് കൈക്കാക്കിയിട്ട് ഉറക്കാണ് ചെയ്യുന്നത്. ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചിലങ്കേൻ്റെ ഒരു ഫീൽ കിട്ടും. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇവിടെയായിരുന്നു ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു പാദസരമാക്കാനായിരുന്നു ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സ്റ്റോൺ മുത്തുകളൊക്കെ യൂസ് ചെയ്തിട്ട്